നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ ചെയിൻ റൂളാണ്. മൊഡ്യൂൾ 3-ലും ചെയിൻ റൂള് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫൈൻഡിങ് പർട്ടിക്കുലർ ഡെറിവേറ്റീവ് അറ്റ് സ്പെസിഫൈഡ് പോയിന്റ്. ഫൈൻഡ് ഡോ w by ഡോ r when r equal to 1, s equal to -1, w equal to this x square plus y plus z whole square, x equal to r minus s, y equal to cos r plus s, z equal to sin r plus s. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് കാണേണ്ടത് ഡോ w by ഡോ r ആണ്. അപ്പോൾ w ആണ്, w ഇതാണ് w. w is a function of x, y, z. Then x is a function of r and s, y is a function of r and s, z is a function of r and s. നമുക്ക് ഡോ w by ഡോ r കണ്ടാൽ മതി. ഡോ w by ഡോ r ആണ് കാണേണ്ടത്. when r equal to 1, s equal to -1. അപ്പോൾ നമ്മൾ ഡോ w by ഡോ r ഫോർമുല ഇതാണ്. ഡോ w by ഡോ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ w by ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് കൊണ്ട് ഡോ w by ഡോ എക്സ്, എക്സ് കൊണ്ട് ചെയ്തു, ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ, അതിവിടെ എഴുതി, പ്ലസ് ഡോ w by ഡോ വൈ, അതിവിടെ എഴുതി, ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ, അതിവിടെ എഴുതി, ദെൻ ഡോ w by ഡോ സെഡ്, അതിവിടെ എഴുതി, ദെൻ ഡോ സെഡ് ബൈ ഡോ ആർ. അതാണ് നമുക്ക് കാണേണ്ടത്. ദെൻ ഇനി ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഡോ w by ഡോ എക്സ് എന്താ? w ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഡോ w by ഡോ ആർ എന്ന് പറയുന്നത്, ഡോ എക്സ് എന്ന് പറയുന്നത് 2x പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ. എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ല 1, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x പ്ലസ് വൈ പ്ലസ് സെഡ് കിട്ടി. ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ, ഇതാണ് ഡോ എക്സ് ബൈ ഡോ ആർ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു 1. പിന്നെ ഡോ w ബൈ ഡോ വൈ, അതും ഇതാണ് കിട്ടുക, ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ. അപ്പോൾ എന്താ? കോസ് ആർ പ്ലസ് എസിൻ്റെ എന്താ? മൈനസ് സൈൻ ആർ പ്ലസ് എസ്. ദെൻ ഡോ w ബൈ ഡോ സെഡ്, അതെന്താ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ആർ, സൈൻ ആർ പ്ലസ് എസിൻ്റെ കോസ് ആർ പ്ലസ് എസ്. ഇത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതപ്പം എന്നിട്ടിത് സിംപ്ലിഫൈ ചെയ്തു. ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? r equal to 1, s equal to -1 കൊടുത്തു. ഇതിൻ്റെ അകത്ത് r equal to 1, s equal to -1 കൊടുത്തപ്പോൾ ഇതെന്താ? r equal to 1, s equal to -1 കൊടുക്കുക ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു 3 ഇൻറ്റു 2 12 കിട്ടി. ഇതാണ്. അടുത്തത് നമുക്ക് ഫൈൻഡ് ഡോ w ബൈ ഡോ വി. അപ്പം u തന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്, w തന്നിട്ടുണ്ട്, എക്സ് വൈ പ്ലസ് ലോഗ് സെഡ് ആണ്, എക്സ് തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്, സെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡോ w ബൈ ഡോ വി കണ്ടാൽ മതി. ഡോ w ബൈ ഡോ വി. അപ്പം w എന്താ? w ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്, വൈ, സെഡ്. എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് u ആൻഡ് v, y is a function of u and v, z is a function of u and v. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഡോ w ബൈ ഡോ വി ആണ്. അപ്പോൾ എന്താ കാണേണ്ടത്? ഡോ w ബൈ
ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി, എക്സിനെ വി കൊണ്ട് ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വി. ഇതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളത് കണ്ടു കഴിയുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ കിട്ടി, ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി, ഇതിനെ വി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ 2v/u ആണ്. ഇനി ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ വൈ എന്ന് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, എക്സ് കിട്ടും, ഇവിടെ എക്സ് കിട്ടും, എക്സ് കിട്ടും, ഇൻറ്റു ഡോ വി ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ വി, ഇതാ ഡോ വൈ ബൈ ഡോ വി, അത് 1 കിട്ടി. ദെൻ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്, ഇതാ ഇതിവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ലോക സെഡിൻ്റെ 1/z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വി, സെഡിൻ്റെ അകത്ത് യു ഉള്ളൂ, ഡോ സെഡ് ബൈ ഡോ വി 0 ആണ്. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് u ഈക്വൽ ടു -1 v ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പം -8 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 37. ഡോ ഡബ്ല്യു ഡോ വി ആണ് കാണേണ്ടത്. അപ്പം u ഈക്വൽ ടു 0 v ഈക്വൽ ടു 0 w തന്നിട്ടുണ്ട് ഇത്. അപ്പം w ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. x is a function of u and v, y is a function of u and v, z is a function of u and v. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ, ഡോ ഡബ്ല്യു ബൈ ഡോ വി. അപ്പം ഡോ ഡബ്ല്യു ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി, ഇത് പിന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി. ദെൻ സോറി, ഇവിടെ സെഡ് ഇല്ല, അപ്പം നമ്മൾ സെഡ് ഇല്ല, ഞാനിവിടെ സെഡ് വെറുതെ എഴുതുക, സെഡ് ഇല്ല, ഇവിടെ സെഡ് ഇല്ല, സെഡ് ഇല്ല. നമുക്ക് യുവും ബിയും എക്സും വൈയും തന്നിട്ടുള്ളൂ, എക്സും വൈയും. അപ്പം യുടെ ടേം ഇല്ല, സെഡിൻ്റെ ടേം ഇല്ല. അപ്പം ഇവിടെ ഡബ്ല്യു ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഓക്കെ, അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ വി ഈക്വൽ ടു ദിസ്. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക, കിട്ടുമ്പോൾ ഇതാ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2, ഇതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് 2x ഇൻറ്റു ഇതിനെ വൈ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി. ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ -2 ആണ്, പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/x, ഇതിനകത്തില്ല, ഇതാ 1/x ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ബൈ ഡോ വി. ഡോ വൈ ബൈ ഡോ വി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -7 കിട്ടും. നമുക്ക് നെക്സ്റ്റ് 38. ഫൈൻഡ് ഡോ സെഡ് ബൈ ഡോ യു, u ഈക്വൽ ടു 0 v ഈക്വൽ ടു 1, z ഈക്വൽ ടു സൈൻ എക്സ് വൈ പ്ലസ് എക്സ് സൈൻ വൈ, എക്സ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, വൈ ഈക്വൽ ടു യു വി. അപ്പം ഇവിടെ z ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് യു ആൻഡ് വി, വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് യു ആൻഡ് വി. ഇതാണ്. അപ്പോൾ നമുക്ക് നമുക്ക് കാണേണ്ടത് എന്താ, ഡോ സെഡ് ബൈ ഡോ യു ആണ്, ഡോ സെഡ് ബൈ ഡോ യു. ഡോ സെഡ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ എന്താ, ഡോ സെഡ് ബൈ ഡോ യു ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഇവിടെ യു കൊണ്ടാണ് ചെയ്യേണ്ടത്, വി കൊണ്ട് ചെയ്യേണ്ടതില്ല.
അതാണ് നമുക്ക് കിട്ടിയത്. ദെൻ ഇത് നമ്മൾ ഇത് ഡോ എക്സ് ഡോ സെഡ് ബൈ ഡോ എക്സ്, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ എക്സ് വൈ ഇൻറ്റു വൈ, സൈൻ എക്സ് വൈയുടെ കോസ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ വൈ പ്ലസ് എക്സ് സൈൻ വൈ, എക്സ് സൈൻ വൈന് വിത്ത് റെസ്പെക്ട് വീണ്ടും സൈൻ വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി യു, ഡി എക്സ് ബൈ ഡി യു എന്ന് പറഞ്ഞാൽ 2u ഇതാണ്. സിമിലർലി ഡി സെഡ് ബൈ ഡി വൈ ഇതാണ്, ഡി വൈ ബൈ ഡി യു ഇതാണ്. എന്നിട്ട് നമ്മൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് സിംപ്ലിഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. ദെൻ യു ഈക്വൽ ടു 0, വി ഈക്വൽ ടു 0 കൊടുക്കുക. യു ഈക്വൽ ടു 0, വി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 2 കിട്ടും. അത് നിങ്ങൾ നോക്കണം, ചെയ്തു നോക്കണം. എന്താ ഇതിനകത്ത് വൈ, ഇതെന്ത് വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഈ വൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്നത് എന്താ, വൈ ഈക്വൽ ടു യു വി, അതാണ് ഇവിടെ എഴുതിയത്. ഇൻറ്റു കോസ് എക്സ് വൈ, കോസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് വൈ, എക്സിനെ വൈ കൊണ്ട് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിനെ യു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓരോന്നും നോക്കണം. കോസ് എക്സ് വൈ പ്ലസ് സൈൻ വൈ, ഇതുണ്ട് സൈൻ വൈ, സൈൻ വൈ, വൈ ഈക്വൽ ടു എന്താ, യു വി. അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. The next problem, assume w equal to f of x square plus t square and f dash x equal to e power x. Find the dot w by dot t and dot w by dot s. അപ്പോൾ നമ്മൾ ഈ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. അപ്പോൾ എക്സ് എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു എസ് ക്യൂ പ്ലസ് ടി സ്ക്വയർ. അപ്പോൾ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അപ്പോൾ w ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്, എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എസ് ആൻഡ് ടി, എസ് ആൻഡ് ടി. അപ്പോൾ നമുക്ക് എന്താ കാണണ്ടേ, നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എസ് എം ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആണ്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ്, അതാണ്. അപ്പോൾ നമ്മളത് കാണുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എസ്, ഡോ ഡബ്ല്യു ബൈ ഡോ എസ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ആണ്. ഇതാണ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഡാഷ് എക്സ് എന്താ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇ പവർ എക്സ്, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇ പവർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ക്യൂ പ്ലസ് ടി സ്ക്വയർ. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എസ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് ആണ്, അത് ഇ ടു ദ പവർ ഓഫ് എസ് ക്യൂ പ്ലസ് ടി സ്ക്വയർ ആണ്. ഇൻറ്റു ഡി എക്സ് ഡോ എക്സ് ബൈ ഡോ എസ്, ഡോ എക്സ് ബൈ ഡോ എക്സ് ബൈ ഡോ എസ്, ഇതെന്താ ഡോ എക്സ് ബൈ ഡോ എസ് എന്താ 3s സ്ക്വയർ, അതിവിടെ എഴുതി. മാറിപ്പോരുത്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ് കാണേണ്ടത്. അതിൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അല്ല ഡി ഡബ്ല്യു ബൈ ഡി എക്സ്, ഡബ്ല്യുവിനകത്ത് എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്നുള്ളത് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എന്നുള്ളത്. ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എന്നുള്ളത് എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ്, അതാണ് എഫ് ഡാഷ് എക്സ്, എഫ് ഡാഷ് എക്സ്. ഇനി ഡോ എക്സ് ബൈ ഡോ എസ് എന്ന് പറയുന്നത് എന്താ, ഡോ എക്സ് ബൈ ഡോ എസ് എന്ന് പറയുന്നത് ഇവിടെയാണ് 3t സ്ക്വയർ 3s സ്ക്വയർ, അതിവിടെ എഴുതി. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇ ടു പവർ ഓഫ് എക്സ്, ഇ ടു പവർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എസ് ക്യൂ പ്ലസ് ടി സ്ക്വയർ. അപ്പം നമുക്കിത് കിട്ടി. സിമിലർലി അപ്പോൾ ആദ്യം നമ്മൾ എസ് കൊണ്ട് ചെയ്തു, ഇനി ടി കൊണ്ട് ചെയ്യണം. ടി കൊണ്ട് ചെയ്യുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താ, ഡി ഡബ്ല്യു ബൈ ഡി എക്സ്, എക്സ് കൊണ്ട് ചെയ്യുക ഡി എക്സ് ബൈ ഡോ എക്സ് ബൈ ഡോ ടി. അപ്പോഴും അതുപോലെ തന്നെ എഫ് ഡാഷ് എക്സ് കിട്ടി. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 2t ആണ്, 2t, അത് 2t ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് അസ്യൂം ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് ടി എസ് സ്ക്വയർ കോമ എസ് ബൈ ടി, ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഫൈൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ്. ഇതാണ്.
അപ്പം നമുക്കിവിടെ ഡബ്ല്യു തന്നിട്ടുണ്ട്. ഇതാണ് ഡബ്ല്യു. ഡബ്ല്യു ഈക്വൽ ടു എന്താ? ഇതാണ് എഫ് ഓഫ്, ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക, എക്സ്, ഇതിലെ വൈ ആയിട്ട് എടുക്കുക, വൈ. അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു ടി എസ് സ്ക്വയർ. വൈ എന്തായിരിക്കും? എസ് ബൈ ടി. അങ്ങനെയാണ്. അപ്പോൾ ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് എസ്. എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് എസ്, എസ് ആൻഡ് ടി. വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് ടി. ഇത്രയും കിട്ടി. ഇനി നമ്മൾ ചെയ്യണം. നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ എസ്, ഡോ ഡബ്ല്യു ബൈ ഡോ എസ്. അപ്പം എന്താ? ഡോ എസ് ഇവിടെയുണ്ട്. അപ്പം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ എസ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ്. ഇതുണ്ടാവും, ഇവിടെ കിട്ടി. അതാണ് ആദ്യം. അപ്പോൾ നമ്മൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ, ഡബ്ല്യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട്, എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ആണ്. എഫ് എക്സ്, എഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഉണ്ടോ? എഫ് എക്സ് എന്താ തന്നിട്ടുള്ളത്? എഫ് എക്സ് ഈക്വൽ ടു എക്സ് വൈ എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഈ എഫ് എക്സ് തന്നിട്ടുണ്ട്, എഫ് എക്സ് ഈക്വൽ ടു എക്സ് വൈ. അപ്പം ഇതാണ് എക്സ്, ഇതാണ് വൈ. കണ്ടോ? ഇവിടെ എക്സും ഇവിടെ എന്താ? ഇത് എക്സ്, ഇത് വൈ. അതിവിടെ എഴുതി. എന്നിട്ട് എന്താ? ഡോ എക്സ് ബൈ ഡോ എസ്, ഡോ എക്സ് ബൈ ഡോ എസ്, ഡോ എക്സ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എസ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത ടി ഇൻറ്റു ടു എസ്, ടു ടി എസ്. അതിവിടെ എഴുതി, ടു ടി എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട്, എന്ന് വെച്ചാൽ എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട്, എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക എന്ന് നമുക്ക് തന്നിട്ടുണ്ട്? എക്സ് സ്ക്വയർ ബൈ ടു. അതാണ് എസ് സ്ക്വയർ ബൈ ടു. അപ്പം ഇതാണ് എസ്. എന്താണ്? എസ് ഈക്വൽ ടു എസ് സ്ക്വയർ, എസ് സ്ക്വയർ ബൈ ടു എന്നുള്ളത് ഇതാ. എസ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ടു, എക്സ് എന്ന് പറയുന്നത് എന്താണ്? ടി എസ് സ്ക്വയർ ബൈ ടു ഇൻറ്റു എഫ് ഓഫ് എഫ് ഐ ആണിത്, ഇൻറ്റു വൺ ബൈ ടി, വൺ ബൈ ടി ഇൻറ്റു വൺ ബൈ ടി. അത് ഡോ വൈ ബൈ ഡോ എസ് ആണ്. ഡോ വൈ ബൈ ഡോ എസ് എന്താണ്? വിത്ത് റെസ്പെക്ട് വൺ ബൈ ടി. അതാണ് ഇവിടെ എഴുതിയത്. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണ്. നിങ്ങൾ ഒന്നും കൂടെ ഇതുണ്ടോ? ഇതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ എസ്. അപ്പം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന് എഫ് എക്സ് എന്ന് എഴുതി, ഡോ എക്സ് ബൈ ഡോ എസ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി ഡോ ഡബ്ല്യു ബൈ ഡോ വൈന്ന് എഫ് ഐ എന്ന് എഴുതി, ഡോ വൈ ബൈ ഡോ എസ് ആണ് ഡോ എക്സ്, ഡോ വൈ ബൈ ഡോ എസ് വൺ ബൈ ടി. അതിവിടെ എഴുതി. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തു. സിമിലർലി ഡോ ഡബ്ല്യു ബൈ ഡോ ടി, പിന്നെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ടാണ്. അപ്പം ടി കൊണ്ട് ചെയ്യുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഇതാ, ടി കൊണ്ട് ചെയ്യുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡി ടി, ഡി ടി. അതാണ് ചെയ്യുന്നത്. അത് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ആൻസർ എക്സ് റേസ് ടു 5/2. അപ്പോൾ ഇവിടെ രണ്ടിലും, ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക്
ഡബ്ല്യു തന്നിട്ടുണ്ട്, ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, ഇതിനെ വൈ ആയിട്ട് എടുത്തു. എന്നിട്ട് എഫ് എക്സ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഡോ ഡബ്ല്യു ബൈ ഡോ എസ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ആണ്, അത് തന്നിട്ടുണ്ട്. എഫ് ഡാഷ് വൈ തന്നിട്ടുണ്ട്. ഡോ ഡബ്ല്യു ബൈ ഡോ ടിയും ഡോ ഡബ്ല്യു ബൈ ഡോ എസും കാണണം. ഡോ ഡബ്ല്യു ബൈ ഡോ എസിൻ്റെ ഫോർമുല ഇതാണ്, ഡോ ഡബ്ല്യു ബൈ ഡോ ടിയുടെ ഫോർമുല ഇത്. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്, രണ്ടും ആൻസർ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ മൊഡ്യൂൾ 3 ആദ്യത്തെ വീഡിയോ ആണ്. മൊഡ്യൂൾ 3 നമുക്ക് എന്തുണ്ട്, ചെയിൻ റൂൾ വരുന്നുണ്ട്.